എനിക്ക് പേഴ്സണലി കാണാനാണെങ്കിലും കാണാൻ ഏറ്റവും ഇഷ്ടം ഇമോഷണൽ ഡ്രാമാസും അതുപോലെ കൽക്കിയിലൊക്കെ പക്ഷേ ഒരു പക്ഷേ ടൊവിനോ അതിലേക്ക് എങ്ങോട്ട് പരകായ പ്രവേശനം നടത്തി പോകുന്നുണ്ടോ എന്ന് പോലും ആൾക്കാർ സംശയിച്ചു പോയി. ഒരുപക്ഷെ ചെയ്തിട്ടില്ലാത്തൊരു സംഭവം ഭീമൻ രഘുവിന്റെ നടത്തുകൊണ്ട് കേട്ടോ. അല്ല സാറേ, ഒന്നും വെച്ച് താമസിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല സാറേ. മാറി എന്നുള്ളത് എനിക്ക് സഹകരിച്ചാൽ നിനക്കവിടെ ജീവിച്ചു പോകും. ഇനിയിപ്പോൾ അടുത്ത് വരാൻ പോകുന്നത് കിലോമീറ്റേഴ്സ് എന്നുള്ള സിനിമയാണ്. ആക്ഷനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സിനിമയാണ്. അതിൽ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് പാർവതി ചേച്ചി തന്നെയാണ്. പിന്നെ അടുത്തത് ഫോറൻസിക് എന്നുള്ളത് കുറച്ചും കൂടെ ഒരു സീരിയസ് സിനിമയാണ്. പക്ഷെ അതിൽ ഫൈറ്റോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. പിന്നെ മിന്നൽ മുരളി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഗോതയിലൊക്കെ ക്യാരക്ടർ കഴിഞ്ഞ് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ആക്ഷൻ ഉണ്ട്, തീർച്ചയായിട്ടും ആക്ഷൻ ഉണ്ട്. സിനിമ ഡിമാൻഡ് ചെയ്യുന്നത് അല്ല, ഒരു രൂപത്തിൽ നമ്മൾ അഭിനയിക്കണം. ഇപ്പം തമിഴിലും തെലുങ്കിലൊക്കെ ഒരു പക്ഷേ ആ സിനിമ ആ ഓഡിയൻസ് വാറണ്ടി ചെയ്യുന്നു. അല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ അതും എനിക്ക് കാണാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ സ്ഥിരമായിട്ട് അങ്ങനത്തെ സിനിമകൾ ചെയ്യുന്ന ഒരാളാവാൻ എനിക്ക് എപ്പോഴും സ്ഥിരമായിട്ട് എങ്ങനത്തെയും സിനിമ ചെയ്യുന്ന ആളാവുണ്ട്. ടൈപ്പ് ചെയ്യപ്പെടാൻ ഒരിക്കലും ആഗ്രഹമില്ല. ഇപ്പം നല്ലൊരു റൊമാൻറ്റിക് ഹീറോ ആയിട്ട്, അതെയോ നല്ലൊരു ആക്ഷൻ ഹീറോ ആയിട്ട് എവിടെയാണ് ടൊവിനോയുടെ ഒരു USP എന്ന് പറയുന്നത്? എനിക്ക് കൽക്കി ചെയ്തപ്പോഴും എനിക്കത് വർക്കായിരുന്നു, തീവണ്ടി ചെയ്തപ്പോഴും എനിക്ക് വർക്കായിരുന്നു. ഞാൻ അഭിനയിച്ചിട്ടുള്ള 2 സിനിമകൾ നമ്മൾ കമ്പയർ ചെയ്യുവാണ്. ഇപ്പോൾ കൽക്കിക്കകത്ത് ഈ പറയുന്ന പോലെ സോ കോൾഡ് പവർ പാക്ഡ് ആക്ഷൻ ആണ്. തീവണ്ടിക്കകത്ത് ദർ ആർ റൊമാൻസ് സീക്വൻസസ്. എനിക്കിത് രണ്ടും ആസ് ആൻ ആക്ടർ ആള് അടിപൊളിയായിട്ട് ചെയ്തു എന്നാണ് തോന്നിയത്. എല്ലാത്തിലും നല്ലതാണെന്ന് പറയുന്നതിൽ എന്താണ് ഇത്ര ബുദ്ധിമുട്ട് സാർ? അതൊന്ന് സമ്മതിച്ചു കൊടുത്തൂടെ? ഞാൻ പിന്നെ ടൊവിനോ, ഞാൻ അങ്ങനെ സത്യസന്ധമായി പറയട്ടെ, ഞാൻ ഒരു പക്ഷേ ഈ പൂവാണ് ഈ പൂവിനേക്കാൾ ഭംഗി കൂടുതൽ നമ്മൾ പറയുമ്പോൾ അത് നമ്മുടെ ഒരു ആപേക്ഷികമായിട്ട് വിലയിരുത്തും. അല്ലാതെ മറ്റേ പൂവിനെ നമ്മൾ ചെറുത് ആ പൂ വേറെ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാകും. അപ്പം ഇല്ല, പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഒരു ആക്ഷൻ പാക്ഡ് സിനിമയായിട്ട് ഞാൻ കൽക്കി മാത്രമേ കണ്ടിട്ടുള്ളൂ. സോ ഇനിയും ഹി ക്യാൻ അങ്ങനത്തെ സാധനങ്ങൾ ചെയ്ത് 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 തുടങ്ങിയൊരു മുട്ടുവേന ഇതുവരെ മാറിയിട്ടില്ല. ആക്ഷൻ എന്നൊക്കെ പറയുമ്പോ റൊമാൻസ് സക്സസ് 100%. ചെയ്യാനായിട്ട് എളുപ്പമാണ്. അത് എളുപ്പമാണ്, അതെനിക്കറിയില്ല. അത് എളുപ്പം മാത്രമല്ല, അത് പുള്ളിയുടെ മനസ്സിലുള്ളത് കാണുവാണ്. അത് വലിയ വിഷമമുള്ള കാര്യമില്ല. നിറഞ്ഞു തുളുമ്പ് ആരുടെ മനസ്സിലാണ് മാത്രം നിറഞ്ഞു തുളുമ്പാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് സ്ക്രീനിന്റെ അഭ്രപാളികളിലേക്ക് പകർത്താൻ ആൾക്കാരായിട്ട് പബ്ലിക്ലി നമ്മൾ മിങ്കിൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് അങ്ങനെയാണ്. ഇപ്പോൾ തീവണ്ടിക്ക് ശേഷം എടക്കാട്ടിൽ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് എല്ലാവരും ചോദിച്ചിരുന്നു, ഇതിൽ റൊമാൻസ് ഉണ്ടോ, കുറേ ഉണ്ടോ? ഞാൻ പറഞ്ഞു അത്യാവശ്യം ഉണ്ട്. അല്ല, അതിൽ ഒരു ചോദ്യം മാത്രം വിട്ടുപോയിട്ടുണ്ട്. അവർ ചോദിച്ച വേറെ കാര്യം അതില്ല, അക്സെപ്റ്റ് ചെയ്തു, ചോദിച്ചിരുന്നു, പക്ഷെ ഇല്ല. ചോദിച്ചിരുന്നു. അത് നേരിട്ട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ വരുമ്പോഴോ ആരും അതൊരു ചില ഓൺലൈൻ മീഡിയയിൽ നമുക്ക് വരുമ്പോ ഇതിനകത്ത് ലിപ് ലോക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു. ആ ചോദ്യം വരരുതെന്ന് ഞാൻ പറഞ്ഞാണ്. എന്തുകൊണ്ട് വീണ്ടും വന്നു എന്നുള്ളതാണ്. ഇതാണ് മറ്റേ പരിപാടിയാണ്. ലിപ് ലോക്ക് എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് കാണുമ്പോഴാണ് ഇതെല്ലാം വരുന്നത്. തീവണ്ടിക്ക് അത് ആവശ്യമായിരുന്നു. തീവണ്ടി സിനിമയില് ഇയാൾക്ക് സിഗരറ്റ് നിർത്താനുള്ള ഒരു മോട്ടീവായിട്ട് നമ്മൾ ആദ്യമേ സിനിമയുടെ, അല്ലാതെ ആ ഒരു ക്ലൈമാക്സിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമല്ല. ഇതിൽ തന്നെ കണ്ടില്ലേ, ഇവൻ ഈ ചുംബിക്കാൻ പോകുന്ന സമയത്ത് ഈ സ്മെല്ല് എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ നമ്മളാ ഇവൻ സിഗരറ്റ് വലി നിർത്തുന്നത് ഈ പ്രണയത്തിന് വേണ്ടിയിട്ടാണ് കൂടിയാണ് എന്നുള്ളൊരു ഒന്നും. കാരണം വെച്ചാൽ ഇപ്പം ഞാനെന്നുള്ളൊരു വ്യക്തിയായിട്ട് നിങ്ങൾ ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ ഓരോ സിനിമയ്ക്കും വേണ്ട മുഹൂർത്തങ്ങൾ എന്നുള്ളത് ആ സിനിമ വാറണ്ടി ചെയ്യുന്നുള്ള മുഹൂർത്തം. അതിനകത്ത് ഒന്നിനെ അടർത്തിയെടുത്തിട്ട് കമേഴ്ഷ്യലി ഓരോരുത്തരുടെ ഒബ്സർവേഷനിൽ അതെങ്ങനെയാണെന്നുള്ള അവരുടെ മനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് ഐ പെർഫെക്റ്റ്ലി അണ്ടർസ്റ്റാൻഡ്.